കൊല്ലം മടത്തറയിൽ മോഷണം തുടർക്കഥയാവുകയാണ്. ഇന്ന് പുലർച്ചെ മടത്തറയിലെ മെഡിക്കൽ സ്റ്റോറിൽ നടന്ന മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. സമീപത്തെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലും മോഷണ ശ്രമമുണ്ടായി. കഴിഞ്ഞ 1.5 മാസം മുൻപ് മടത്തറയിലെ SBIയുടെ ATMൽ കവർച്ചാശ്രമം നടന്നിരുന്നു. അതിന് തൊട്ടടുത്തായാണ് വീണ്ടും മോഷണം നടന്നിരിക്കുന്നത്. പുലർച്ചെയോടെ മടത്തറയിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ സ്റ്റോറിന്റെ മുൻവശം പൊളിച്ചാണ് മോഷ്ടാവ് അകത്തു കയറിയത്. മേശയിൽ സൂക്ഷിച്ചിരുന്ന 3000 രൂപയോളം കവർന്നെടുത്തു. രാവിലെ വന്ന് കട തുറക്കാൻ നേരത്താണ് ഒരു സൈഡ് പൊളിഞ്ഞിടക്കുന്നതാണ്. നോക്കിയപ്പം ഒരു സൈഡ് വലിച്ചിളക്കിയിട്ട് ചെറിയൊരു ഗ്യാപ്പാണുള്ളത്. അതിൽ കൂടെ ആള് അകത്ത് കയറുന്നതായിട്ട് ഇത് കണ്ടു. അങ്ങനെ വന്ന് എൻ്റെ കൗണ്ടർ നോക്കിയപ്പം അതിന് കൗണ്ടറിനകത്ത് കിടക്കുന്ന കുറച്ച് 10ൻ്റെ നോട്ട് 20ൻ്റെ നോട്ടുകൾ അതൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതെല്ലാം എടുത്തുകൊണ്ട് പോയേക്കുന്നത്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലിരുന്ന കുറേ കോയിൻസ് അതെല്ലാം എടുത്തുകൊണ്ട് പോയി. പിന്നെ വേറെ സാധനങ്ങളൊന്നും എടുത്തില്ല. വേറെ സാധനങ്ങളൊന്നും മേശപ്പുറത്ത് ഒന്നും എടുത്തില്ല. എന്നിട്ട് ഈ ചെറിയ ഗ്യാപ്പിൽ കൂടെ തന്നെ ഇറങ്ങിപ്പോയേക്കുന്നത്. ക്യാമറയിൽ ഒരാളുടെ രൂപം ഇത് പതിഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ മുഖം അറിയാൻ വയ്യ. ഒരു മുടി നീട്ടി വളർത്തിയ ഒരാളെ ഇത് പതിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ ഷോപ്പ് തുറന്നപ്പോഴത്തേക്കാണ് സംഭവം മനസ്സിലാവും. അപ്പൊ അപ്പുറത്തെ ഷോപ്പിന്റെ അതുവഴിയാണ് കടന്നത്. അതുവഴിയാണ് ഇങ്ങോട്ട് കയറിയത്. അപ്പൊ ഇവിടെ ഈ ഒരു ഷട്ടർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിനകത്ത് കയറാവത്തില്ല. പക്ഷെ ക്യാഷ് കൗണ്ടറൊക്കെ പുറത്തായിരുന്നു. ഈ പുറത്തെ ഷട്ടറിൽ പുള്ളിക്കാരന് ആവശ്യമുള്ള സംഭവം അവിടെ ക്യാഷ് കൗണ്ടർ കിട്ടി. അവിടെ തന്നെ ഒരുപാട് പൈസ ഒന്നുമില്ലായിരുന്നു. കുറെ കോയിൻസ് ആയിരുന്നു. 5ൻ്റെയും 10ൻ്റെയും കുറെ കോയിൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏകദേശം 10,000-3000 രൂപ അത് വരും. തൊട്ടടുത്തുള്ള വസ്ത്രവ്യാപാര സ്ഥാപനത്തിലും ഇയാൾ മോഷണ ശ്രമം നടത്തി. മുൻവശത്തെ ഗ്ലാസ് ഡോറിന്റെ പൂട്ട് പൊളിച്ചെങ്കിലും കടയ്ക്കുള്ളിൽ കയറാൻ മോഷ്ടാവിന് കഴിഞ്ഞില്ല. ATM കവർച്ചാശ്രമ കേസിലെ പ്രതികളെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം നടന്നു വരുന്നതിനിടയിലാണ് പോലീസിന് വീണ്ടും പരാതി ലഭിച്ചിരിക്കുന്നത്. CCTV ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മോഷ്ടാവിനെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് ചിതറ പോലീസ്. ഈ മേഖലയിൽ രാത്രികാല പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നതാണ് വ്യാപാരികളുടെ ആവശ്യം. ജനം, കൊല്ലം.